കഴിഞ്ഞ മാസം 27-നാണ് പ്രായപൂർത്തിയാവാത്ത ആദിവാസി പെൺകുട്ടിയെ കാണാതായതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തത്. തുടർന്ന് അന്വേഷണം നടക്കുന്നതിനിടയിൽ ഇന്നലെ കോഴിക്കോട് നിന്ന് പെൺകുട്ടിയെയും അമ്പലവയൽ സ്വദേശി ഗോകുലിനെയും വനിതാ പോലീസ് സെൽ കസ്റ്റഡിയിലെടുത്തു. രാത്രിയോടെ കൽപ്പറ്റ സ്റ്റേഷനിലെത്തിച്ചു. രാത്രി 11 മണിയായതിനാൽ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കാൻ കഴിയാത്തതിനാൽ പെൺകുട്ടിയെ സഖിയിലേക്കും ഗോകുലിനെ കൂടുതൽ ചോദ്യം ചെയ്യാൻ സ്റ്റേഷനിലും നിർത്തുകയായിരുന്നു. ബന്ധുക്കളോട് രാവിലെ എത്താനും പോലീസ് നിർദ്ദേശിച്ചു. തുടർന്ന് ഇന്ന് രാവിലെ 7:45-നാണ് ഗോകുലിനെ ബാത്റൂമിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെ നമ്മുടെ റിപ്പോർട്ടിംഗുള്ള സമയം 7:45 ആ സമയത്ത് ഈ മരണപ്പെട്ട ഡിസീസ് ആള് ബാത്റൂമിൽ പോകാൻ ആവശ്യപ്പെട്ടതുകൊണ്ട് ആ സമയത്ത് ബാത്റൂമിൽ പോയി കുറച്ച് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സംശയം തോന്നിയതുകൊണ്ട് അതിൽ ബ്രേക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ അവനെ ഒരു ഷർട്ട് ഇട്ടിട്ട് തൂങ്ങാനുള്ള ഒരു സ്ഥിതിയിൽ കണ്ടുപെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം നമുക്ക് സ്റ്റേഷൻ ജീപ്പിൽ തന്നെ എടുത്തിട്ട് ഇവിടെ ലിയോ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ ബ്രോഡ് ഡെഡ് ആണ് പറഞ്ഞത്. 8 മണിയോടെ വാതിൽ ചവിട്ടി തുറന്ന് പോലീസ് ബാത്റൂമിൽ പ്രവേശിച്ചു. തുടർന്ന് അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഗോകുൽ മരിച്ചിരുന്നു. ഗോകുലിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് കോൺഗ്രസും BJPയും ആരോപിക്കുന്നത്. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്നാണ് ഇരു പാർട്ടികളുടെയും ആവശ്യം. അന്വേഷണവും വേണം. ഈ CCTV പരിശോധിക്കാൻ നമ്മൾക്കിപ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞ് CCTV പറഞ്ഞത് SP എന്ന് പറയുമ്പോൾ ഒരു കാര്യമില്ലാത്ത വിധത്തിലാണ് എന്ത് ചെയ്യുന്നത് പത്രക്കാരോട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കാണുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചോ CCTV പരിശോധിക്കണം. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മർദ്ദനമുണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് അറിയേണ്ടതുണ്ട്. അതിനുശേഷം കൃത്യമായ പ്രതികരണവും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. സ്വാഭാവികമായിട്ടൊരു ബാത്റൂമിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായി പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം ഒരു സമയം കഴിഞ്ഞാൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടല്ലോ. ഗോകുലിന്റെ മരണത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തതായും സംഭവം SC/ST കമ്മീഷനെ വിവരമറിയിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. സീ മലയാളം ന്യൂസ്, വയനാട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.